Good afternoon. Good afternoon, Miss. Okay. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോൾ എന്തൊക്കെയാണ് അല്ലെ? അപ്പൊ 4 റോളുകളാണ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നത്. ഓർമ്മയുണ്ടല്ലോ? അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പിന്നെന്താണ് പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാജിസ്ട്രോ അല്ലെ? ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. വായിച്ചു നോക്കിയോ ഇത്രയും ഭാഗങ്ങള്? ഓക്കെയാണോ? ഓക്കെയാണ്. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ശരി, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണ്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷൻസുകളാണ് കേട്ടോ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് അതിലേക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. അതാണ് പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. അതായത് ഈ പറയുന്ന പരസ്യ പ്രചരണങ്ങള്, അതുപോലെ തന്നെ എന്താണ് പരസ്യ തന്ത്രങ്ങള്, പ്രചരണ പരിപാടികള്, ഇതൊക്കെ എന്ത് ചെയ്യാം? ആസൂത്രണം ചെയ്യാം അല്ലെ? അതാണ് ആരുടെ ഉത്തരവാദിത്വമാണ്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? നമുക്ക് എന്ത് വേണം? ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് സ്നേഹ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സെക്കൻഡ് പോയിന്റ് ഇതിന്റെ സെക്കൻഡ് പോയിന്റ് ആണോ? സെക്കൻഡ് പോയിന്റ് പറഞ്ഞുള്ളൂന്നോ? എനിക്ക് മനസ്സിലായില്ല. സെക്കൻഡ് പോയിന്റ് വരെ പറഞ്ഞു എന്നാണോ പറയുന്നത്? റോൾ ഓഫ് PR 3 വരെ പറഞ്ഞതാണ്. പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാജിസ്ട്രോ വരെ പറഞ്ഞിരുന്നല്ലോ. തേർഡ് പോയിന്റ് വരെ പറഞ്ഞു. ഒപ്പീനിയൻ മാജിസ്ട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റോള് ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ക്ലാസ് ചിലപ്പോൾ മിസ്സായി പോയതായിരിക്കും. നമ്മൾ റോളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫംഗ്ഷൻ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. അതിനകത്തേക്കുള്ള 2 പോയിന്റ് 3 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. ഞാൻ എഴുതി വെക്കാറുണ്ട്. ഞാൻ ഓരോ ക്ലാസ്സിൽ ചേരുമ്പോഴും എവിടെ വെച്ചാണ് അവസാനിപ്പിക്കുന്നത് എഴുതി വെക്കാറുണ്ട്. അതനുസരിച്ച് ഫങ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ അത് ജസ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ. ഒന്നാമത്തത് പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ് കേട്ടോ. അതായത് പരസ്യ തന്ത്രങ്ങളും പ്രചരണ പരിപാടികളും ആസൂത്രണം ചെയ്യാം. നമുക്ക് എന്ത് വേണം? ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ടൊക്കെ പൊതുജനങ്ങളിലോട്ട് എത്തിക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരസ്യ തന്ത്രങ്ങള്, പ്രചരണ പരിപാടികള്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പബ്ലിക് റിലേഷൻ ഓഫീസർക്കാണ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ് നോക്കി? റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. എന്താണ്? റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. അതായത് ഈ പറയുന്ന പത്രക്കുറിപ്പുകള്, അവതരണങ്ങള്, അതൊക്കെ എന്ത് ചെയ്യണം? എഴുതണം, തയ്യാറാക്കണം, എഴുതണം. ഇതൊക്കെ ചെയ്യേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസറാണ് കേട്ടോ. അതായത് നമുക്ക് ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ട് പുറത്തെ പൊതുജനങ്ങൾക്ക് എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ്? അവതരണങ്ങള്, പത്രക്കുറിപ്പുകള്, ഇതെല്ലാം എഴുതുകയും തയ്യാറാക്കുകയൊക്കെ വേണം. ഓക്കെ, അതാണ് ആ പോയിന്റ് കേട്ടോ. മൂന്നാമത്തെ നോക്കി, ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, ദ പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ. അതാണ് ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് പൊതുജനങ്ങള്, അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങള്, പിന്നെ മറ്റുള്ള സംഘടനകള്, അവരിൽ നിന്നുമുള്ള അന്വേഷണങ്ങള് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാം.
ഇദ്ദേഹം എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു ഹീസ് ദ സ്പോക്സ് പേഴ്സൺ ഓഫ് എ ഹോസ്പിറ്റൽ അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ സ്പോക്സ് പേഴ്സൺ, ഹോസ്പിറ്റലിന്റെ വക്താവാണ് ആര്, പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങള്, പത്രമാധ്യമങ്ങള്, മറ്റുള്ള സംഘടനകള് എന്നിവയിൽ നിന്നുള്ള അന്വേഷണങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്, പബ്ലിക് റിലേഷൻ ഓഫീസർക്കാണ് ഉള്ളത്. ഓക്കെ, അടുത്തത് ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ് such as press conferences, open days, exhibitions, tours and visits. അതുകൂടാതെ ഈ പറയുന്ന പത്രസമ്മേളനങ്ങള്, ഓപ്പൺ ഡേ ഹൗസുകള്, എക്സിബിഷൻസുകള്, ടൂറുകള്, വിസിറ്റുകള്, ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ പരിപാടികള് എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. അതുപോലെ അത്തരം പരിപാടികളിലൊക്കെ അറ്റൻഡ് ചെയ്യണം, പങ്കെടുക്കണം. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെ മെത്തേഡുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. പ്രസ് കോൺഫറൻസ്, മീഡിയാസ്, ഓപ്പൺ ഡേ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുക, എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ ടൂറ്, വിസിറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വരുവാനും അവർക്ക് അവിടുത്തെ സേവനങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രൊമോഷണൽ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുക, അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്തത് നോക്കി, ടു സ്പീക്ക് പബ്ലിക്കലി അറ്റ് ഇന്റർവ്യൂസ്, പ്രസ് കോൺഫറൻസസ് ആൻഡ് പ്രസന്റേഷൻസ് കേട്ടോ. അതുകൂടാതെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അദ്ദേഹം അഭിമുഖങ്ങള്, ഇന്റർവ്യൂസ്, പത്രസമ്മേളനങ്ങള്, മറ്റു പല പ്രസന്റേഷൻസിനൊക്കെ എന്ത് ചെയ്യണം, പബ്ലിക് ആയിട്ട് തന്നെ സംസാരിക്കണം. ഓക്കെ, ആരാണ് സംസാരിക്കേണ്ടത്, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് സംസാരിക്കേണ്ടത്. ഇവിടെയൊക്കെ ഇന്റർവ്യൂസിന്, അല്ലെങ്കിൽ പത്രസമ്മേളനങ്ങളില്, പ്രസന്റേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പബ്ലിക് ആയിട്ട് സംസാരിക്കേണ്ടത് ആരാണ്, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്, ടു പ്രൊവൈഡ് ക്ലയൻസ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദ ന്യൂ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കറന്റ് പ്രീ ക്യാമ്പയിൻസ് പ്രോഗ്രസ്. ഇവിടെ വായിക്കാം, ടു പ്രൊവൈഡ് ക്ലയൻസ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് new promotional opportunities and current pre-campaigns progress. അതായത് നമ്മുടെ ക്ലയന്റുകൾക്ക്, ക്ലയന്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലോട്ട് വരുന്ന കസ്റ്റമേഴ്സ്, പേഷ്യൻസ് ഉണ്ടാവാം, അവരുടെ റിലേറ്റീവ്സ് ഉണ്ടാവാം അല്ലെ. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലോട്ട് വരുന്ന എല്ലാ ആളുകൾക്കും എന്ത് വേണം, പുതിയ പുതിയ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റികളെ പറ്റിയിട്ടും അതുപോലെ നിലവിലുള്ള ക്യാമ്പയിനിങ് പ്രോഗ്രസ്സുകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റല് അവര് പുതിയൊരു ടെക്നോളജി, ഒരു പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ പുതിയ പുതിയ കാര്യങ്ങളാണ്, പുതിയ ട്രെൻഡുകൾ, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി, അല്ലെങ്കിൽ പുതിയ വല്ല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് അത് ജനങ്ങളെ നമുക്ക് അറിയിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസുകൾ, അല്ലെങ്കിൽ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനിങ് പ്രോഗ്രസ്സുകൾ, നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ട് മറ്റു ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളൊക്കെ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ക്യാമ്പയിനിങ് പ്രോഗ്രസ്സുകളെ പറ്റിയിട്ടും അതുപോലെ പുതിയ എന്താ പറയാ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റികളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുക, ക്ലയന്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ക്ലയന്റ് എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലോട്ട് വരുന്ന ആളുകളാണ് കേട്ടോ. അത് ഈ പറയുന്ന പേഷ്യൻസ് ആവാം, മറ്റുള്ള വിസിറ്റേഴ്സ് ആവാം, ആര് വേണമെങ്കിലും ആവാം കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ ചെയ്യേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താണ്, ടു അനലൈസ് മീഡിയ കവറേജ്. മീഡിയ കവറേജ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. നമുക്കറിയാം മീഡിയ വഴിയായിട്ടാണ് നമ്മൾ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് മീഡിയ കവറേജ് അനലൈസ് ചെയ്യണം. ഓക്കെ, മീഡിയ ട്രെൻഡ് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അത്തരത്തിലുള്ള പ്രൊമോഷണൽ ഇവന്റ്സുകൾ നടത്താനായിട്ട്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ടു ലിയേഴ്സ് വിത്ത് ഒരു മിനിറ്റ്. ഓക്കെ, അതായത് ടു ലിയേഴ്സ് വിത്ത് ക്ലയൻസ്
managerial and journalistic staff about the budgets, time scales and objectives. ലിയേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റിലേഷൻ എന്നാണ് അർത്ഥം കേട്ടോ. ബന്ധം, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അവിടെ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ, മാനേജറിയൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, ജേർണലിസ്റ്റിക് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ഹോസ്പിറ്റലിലോട്ട് വരുന്ന മറ്റുള്ള കസ്റ്റമേഴ്സ്, ക്ലയൻസ്, അവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നല്ലൊരു റിലേഷൻഷിപ്പ് അവര് ഉണ്ടാക്കിയെടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളായിട്ടും ഹോസ്പിറ്റലിലോട്ട് വരുന്ന മറ്റ് കസ്റ്റമേഴ്സ് ആയിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ എന്താണ്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ആണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്, ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് പരസ്യതന്ത്രങ്ങളും പ്രചരണ പരിപാടികളും ആസൂത്രണം ചെയ്യുക, പിന്നെ പത്രസമ്മേളനങ്ങള്, അവതരണങ്ങള് അല്ലെങ്കിൽ പത്രക്കുറിപ്പുകള്, അവതരണങ്ങളൊക്കെ എഴുതുക, തയ്യാറാക്കുക, പിന്നെ പൊതു ജനങ്ങള്, മറ്റു മാധ്യമങ്ങള്, പിന്നെ മറ്റുള്ള സംഘടനകള്, അവരിൽ നിന്നൊക്കെയുള്ള അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ പറയാ മറുപടി കൊടുക്കുക, അവർക്ക് അവരുടെ അന്വേഷണങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഓപ്പൺ ഡേ ഹൗസ് എക്സിബിഷൻ, ടൂറ്, വിസിറ്റ്, അങ്ങനെയുള്ള എന്താണ് പ്രസ് കോൺഫറൻസ് അല്ലെ, പത്രസമ്മേളനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രമോഷണൽ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യാം, അതുപോലെ ഓർഗനൈസ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഇന്റർവ്യൂസിലും പ്രസ് കോൺഫറൻസിലും പ്രസന്റേഷനിലും ഒക്കെ പബ്ലിക്കായിട്ട് സംസാരിക്കുക. പിന്നെ നമ്മൾ ഈ പറയുന്ന പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റികളെ പറ്റിയിട്ടും നിലവിലുള്ള ക്യാമ്പയിനിങ് പ്രോഗ്രസുകളെ പറ്റിയിട്ടും ഹോസ്പിറ്റലിലെ ക്ലയന്റുകൾക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. കൃത്യമായിട്ട് മീഡിയ കവറേജുകൾ അനലൈസ് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളായിട്ടും ഹോസ്പിറ്റലിലോട്ട് വരുന്ന മറ്റു കസ്റ്റമേഴ്സുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇത്രയുമാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? എല്ലാ പോയിന്റും ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കല്ലെങ്കിൽ വേറെ പോയിന്റുകളും തന്നെ നമുക്ക് പറയാനില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് വായിച്ചു പോയാൽ മതി. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ് കേട്ടോ. ഇനി മറ്റു ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് കാര്യം കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ് കേട്ടോ. നമ്മൾ ഈ മാധ്യമങ്ങള്, പത്രമാധ്യമങ്ങളാവാം അല്ലെ, അതുപോലെ TV, റേഡിയോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേട്ടോ. അത്തരത്തിലുള്ള മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, അതിനെ പറ്റിയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കുക, പബ്ലിക് റിലേഷൻ മസ്റ്റ് ഗെറ്റ് ടു നോ ദ ലോക്കൽ പ്രസ് വെൽ. Local press can be hospitals, principal helper in this regard. A hostile press can do a lot of harm. If an editor understands the hospital's problem, he can help enormously. എന്താ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പ്രാദേശിക മാധ്യമങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്കൽ പ്രസ്സുകളായിട്ട് കേട്ടോ, നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളുമായിട്ട് നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ടും അവിടെയുള്ള സേവനങ്ങളെ പറ്റിയിട്ടും കൂടുതൽ അറിയാൻ പറ്റുന്നത് പ്രാദേശിക മാധ്യമങ്ങൾക്കായിരിക്കും. അവരുടെ ആ ലോക്കൽ പ്രസ്സിനായിരിക്കും കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ലോക്കൽ പ്രസ്സുകളുമായിട്ട്, പ്രാദേശിക മാധ്യമങ്ങളുമായിട്ട് എപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. PR must get to know the local press well. Local press can be hospitals, principal helper in this regard. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ട്, ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആരായിരിക്കും? ഇത്തരത്തിലുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവരുമായിട്ട് എപ്പോഴും എന്തുണ്ടായിരിക്കണം? നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതോടെ പറയാണ്, എ ഹോസ്റ്റൈൽ പ്രസ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹാം. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോ അവിടുത്തെ ലോക്കൽ പ്രസ്സുമായിട്ടൊരു ശത്രുതാപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമുക്കുള്ളതെങ്കിൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ഒരുപാട് ദോഷമാണ് ചെയ്യുന്നത്. ഗുണമില്ല,
പക്ഷെ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. ഗുണം എന്തായാലും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഒരുപാട് ദോഷം ഉണ്ടാക്കും. എന്ന് വെച്ചാൽ അവർക്ക് തോന്നിയവർക്ക് നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ ഒരു മോശം റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരുപക്ഷെ മാധ്യമങ്ങള് വളരെ മോശമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യും, അത് പിന്നീട് ആളുകളിലേക്ക് എത്തും. നമുക്കറിയാം മീഡിയാസ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അല്ലെ. മീഡിയ വഴി സ്പ്രെഡ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ എപ്പോഴും ഒരു ലോക്കൽ പ്രസ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം, അതാണ് അവരോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇഫ് an editor understands the hospital problems, he can help enormously. ഇപ്പൊ ഒരു എഡിറ്റർക്ക് ഹോസ്പിറ്റലിന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും നമുക്ക് ഈ ഒരു കാര്യത്തിന് വളരെയധികം സഹായിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് കുറെ കൂടെ പൊതുജനങ്ങളിലേക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളാണ്. അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ പോയിന്റുകളൊന്നും അതിനകത്ത് പറയുന്നില്ല. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് when something has gone seriously wrong and the consequences may be of public concern, legitimate information must be volunteered as early as possible. എന്താണ് അവിടെ പറയുന്നത് അറിയാം? ഇപ്പൊ നമുക്ക് ഒരു ആശുപത്രിക്കെതിരായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നിയമപരമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ആശുപത്രികള് സ്വമേധയാ പബ്ലിക്കിന് കൊടുത്തിരിക്കണം. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു, ഓക്കെ, എന്തെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാവുമ്പോൾ പബ്ലിക്കിന്റെ ഇടയിൽ അത് പല എന്താ പറയാ ആശങ്കകൾ ഉണ്ടാക്കും അല്ലെ. പബ്ലിക്കിന് അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് നിയമപരമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ആശുപത്രിയിൽ സ്വമേധയാ ആരോട് പറയണം? പബ്ലിക്കിനോട് പറഞ്ഞിരിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് ഒരിക്കലും ആ ഒരു പ്രശ്നം എന്തെങ്കിലും ഒളിച്ചോടി പോവുകയല്ല വേണ്ടത്. പ്രത്യേകം പറയുന്നുണ്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കേട്ടോ. നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഹോസ്പിറ്റൽ തന്നെ സ്വമേധയാ എന്ത് ചെയ്തിരിക്കണം? പബ്ലിക്കിനോട് ഇൻഫോം ചെയ്തിരിക്കണം. അപ്പൊ അവർക്ക് മറ്റെന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് മുൻകൂട്ടി ആരും നിർബന്ധിക്കാതെ സ്വമേധയാ അത്തരം കാര്യങ്ങൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ആ ഒരു എന്താ പറയുക കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ. അതാണ് കേട്ടോ. Clearance of all material intended for the release must be controlled by the chief of public relation. അത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് നമ്മൾ റിലീസിങ്ങിനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും ക്ലിയറൻസ് നിയന്ത്രിക്കേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത് ആരാണ്? ചീഫ് ഓഫ് PR ആണ് കേട്ടോ. പബ്ലിക് റിലേഷന്റെ ചീഫാണ് അല്ലെങ്കിൽ ഹെഡാണ് എന്ത് ചെയ്യേണ്ടത്? റിലീസിങ്ങിനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും ക്ലിയറൻസ് കൺട്രോൾ ചെയ്യേണ്ടത് ആരാണ്? ബൈ ദ ചീഫ് ഓഫ് PR ആണ് കേട്ടോ. പബ്ലിക് റിലേഷന്റെ മേധാവിയാണ്, ചീഫാണ്. ഓക്കെ, the material should be put on a format and released in a manner calculated to benefit the hospital. ഇനി എന്ത് തന്നെ മെറ്റീരിയൽസ് ആയി കഴിഞ്ഞാലും റിലീസിങ്ങിനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അത് പ്രത്യേകം ഒരു ഫോർമാറ്റിൽ എഴുതി തയ്യാറാക്കി എപ്പോഴും ഹോസ്പിറ്റലിന് അനുകൂലമാവുന്ന രീതിയിൽ കേട്ടോ, ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ റിലീസ് ചെയ്യാനായിട്ട്. നമുക്കറിയാം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോളൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു സ്കിൻ ഡോക്ടറുടെ റോളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും നമ്മൾ കണ്ടന്റുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിന് അനുകൂലമാവുന്ന രീതിയിൽ വേണം നമ്മൾ ആ കണ്ടന്റിനെ റിലീസ് ചെയ്യാനായിട്ട് കേട്ടോ. അതൊക്കെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വരുന്നത് information regarding the condition of hospital's patients, especially VIPs and very serious patients, should be guarded and preferably governed by an approval code. സോറി, ഒരു കോള് വന്നതാണ്, അമ്മ വിളിച്ചതാണ് വീട്ടിൽ നിന്ന്, അതുകൊണ്ടാണ് കേട്ടോ കോൾ എടുത്തത്. അത്യാവശ്യം വരുമ്പോഴാണ് അമ്മ വിളിക്കാറുള്ളത് വീട്ടിൽ. അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് എടുത്തത്.
Okay. Information regarding the condition of hospital patients, especially VIPs and very serious patients, should be guarded and preferably governed by an approval board. എന്താ പറയുന്നത്? അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിലുള്ള രോഗികൾ, പ്രത്യേകിച്ച് VIP ആയിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കും, വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുള്ള രോഗികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ എല്ലാം തന്നെ ഇൻഫർമേഷൻസ് നമ്മളൊരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കി വെക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ വിവരങ്ങൾ സ്ട്രിക്റ്റ്ലി എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. മനസ്സിലായോ? അവരുടെ വിവരങ്ങൾ ഒരിക്കലും അവരുടെ സമ്മതമില്ലാതെ നമ്മൾ പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അത്രയും സേഫ് ആയിട്ട് വേണം അവരുടെ വിവരങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ. Then interviews of patients by the press or taking their photographs should only be permitted if the patient or his or her relatives consent and if it is the hospital's interested. അതായത് നമ്മളിപ്പോ ഒരു പേഷ്യൻസിന്റെ ഇന്റർവ്യൂ എടുക്കാനോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ സമ്മതം ആവശ്യമാണ്. ഒപ്പം ഹോസ്പിറ്റലിന് ഇൻട്രസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഇന്റർവ്യൂ എടുക്കാനായാലും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ പോലും എടുക്കാനായിട്ട് പാടുള്ളൂ. എന്നുവെച്ചാൽ അത്രയും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ അതിനകത്ത് വേറെ പോയിന്റുകളും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത് വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ പേഷ്യന്റിന്റെ വിവരങ്ങള് അത്രയും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, അത്രയും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരുടെ അനുവാദമില്ലാതെ ഒരിക്കലും അവരുടെ ഇൻഫർമേഷൻസ് ഒന്നും പുറത്തോട്ട് വിടാനായിട്ട് പാടില്ല. ഇനി നോക്കുക, മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ് കേട്ടോ. ഓക്കെ. എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ ദ പബ്ലിക് കൺസംഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ ദ പബ്ലിക് റിലേഷൻസ്. എന്താണ് പറയുന്നത്? എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ ദ പബ്ലിക് കൺസംഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ ദ പബ്ലിക് റിലേഷൻസ് കേട്ടോ. നമ്മള് പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ വിവരങ്ങൾ, ഓക്കെ, ഇപ്പൊ ഒരു ഡോക്ടറെ പറ്റി അറിയണം, അല്ലെങ്കിൽ ഇപ്പോ ഒരു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് അറിയണം. അങ്ങനെ പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ ഇൻഫർമേഷൻസ് ആരാണ് ക്ലിയർ ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നാണ് അവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ വിവരങ്ങളോ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളോ ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. പിന്നെ നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ സെയിം. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു പേഷ്യന്റിന്റെ എന്താണ് കൃത്യമായിട്ടുള്ള സമ്മതമില്ലാതെ, അവരുടെ സൈനോട് കൂടിയിട്ടുള്ള ഒരു സമ്മതമില്ലാതെ ഒരു കാരണവശാലും അവരുടെ വിവരങ്ങള് പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടുപെടുന്നില്ല. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? ഓൾ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ആൻഡ് ഇറ്റ്സ് പേഷ്യൻസ് ഷുഡ് ബി ക്ലിയർഡ് ബൈ ചീഫ് പബ്ലിക് റിലേഷൻ ബിഫോർ ബീങ് പബ്ലിഷ്ഡ് പബ്ലിക്കലി. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ രോഗികളെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ അവരെ പറ്റി വരുന്ന അന്വേഷണങ്ങള്, ക്വസ്റ്റ്യൻസുകള്, അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് പബ്ലിക് റിലേഷൻ, എന്താ പറയാ, പബ്ലിക് റിലേഷന്റെ ചീഫാണ്. ഓക്കെ, അവരാണ് ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്, വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ മെയിനായിട്ട് ഇതിലൂടെ നമുക്ക് ചാപ്റ്റർ കഴിയാണ് കേട്ടോ. അപ്പൊ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എഡ്വേർഡ് ബെർണീസിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. പിന്നെ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ബെർണീസ് ആണ്. പിന്നെ നമ്മൾ പബ്ലിക് റിലേഷന്റെ 2 ഡെഫിനിഷൻസ് പഠിച്ചു. അതിൽ ഒരെണ്ണം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പബ്ലിക് റിലേഷന്റെ നീഡ് എന്താണ്, ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്, പിന്നെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള 2 മെത്തേഡുകൾ എന്തൊക്കെയാണ്? 2 മെത്തേഡ് നമ്മൾ പറഞ്ഞു അല്ലെ. ഓപ്പറേറ്റീവ് മെത്തേഡുണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ എന്തൊക്കെയാണ്, ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതൊക്കെ നോക്കി വെക്കാം. പിന്നെ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റി, അദ്ദേഹത്തിന്റെ റോള്, പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു, ഫങ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ട് ആ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ,
ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ ചാപ്റ്റർ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? അതുപോലെ അഡ്വൈസറി കമ്മിറ്റി ഒക്കെ എന്താണെന്ന് നോക്കി വെക്കണം കേട്ടോ. അഡ്വൈസറി കമ്മിറ്റി എന്താണ്, അതൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ എടുത്ത് നമ്മളോട് ചോദിക്കും. അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ അങ്ങനെയാണെങ്കിൽ തുടങ്ങാം കേട്ടോ. പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര വലിയൊരു ചാപ്റ്റർ ആണ്. എപ്പോ തീരും, ഇങ്ങനെ തീരുന്നൊന്നും അറിയില്ല. വലിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ഇതാണ്. ചാപ്റ്റർ നമ്പർ 10, മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നെക്സ്റ്റ് തുടങ്ങുന്നത് കേട്ടോ. ഈ ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നല്ല വലിയ ചാപ്റ്റർ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അതൊക്കെ മനസ്സിൽ വെക്കുക. നോക്കാം നമുക്ക് മെറ്റീരിയൽ മാനേജ്മെന്റ്. നമ്മള് എന്താ പറയുക, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചപ്പോ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റില് നമ്മള് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചിരുന്നു അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചത്. അതിനകത്ത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ 12 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വരുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? നമ്മൾ പഠിച്ചതാണ് കേട്ടോ. മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മറ്റൊരു പേരും കൂടെ അങ്ങനെ പറയുമല്ലോ. എന്തായിരുന്നു ആ പേര്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നും പറയുന്നു കേട്ടോ. എന്തായാലും പറയാം, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അത് നമ്മളവിടെ പറഞ്ഞു. മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ആൾസോ നോൺ ആസ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസുകളും എല്ലാ സപ്ലൈസുകളും ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കാം. ആസ് ഫാർ ആസ് എനി എന്റർപ്രൈസ് ഈസ് കൺസേൺഡ്, materials are a major cost factor. About 40% of the budgetary allocation is on the procurement and management of stores in healthcare institutions. അതായത് നമ്മളിപ്പോ ഏതൊരു സംരംഭം എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത് എങ്കിലും നമ്മൾ ഏതൊരു എന്റർപ്രൈസ് എടുക്കുകയാണെങ്കിൽ, ഏതൊരു സംരംഭം എടുക്കുകയാണെങ്കിലും അവിടെ മെറ്റീരിയൽസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ കോസ്റ്റ് ഫാക്ടർ അല്ലെ. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും ചെലവുള്ള ഒരു എന്താ പറയാ ഫാക്ടറാണ്. ശരിയല്ലേ? ഇപ്പൊ നമ്മള് ഒരു കസേരയിൽ ഇരിക്കുന്നു. ആ കസേര എന്ന് പറയുമ്പോൾ ആ കസേര നിർമ്മിക്കാൻ ഉപയോഗിച്ച മരം, ആ വുഡ്, അതിനാണ് അവിടെ, അതാണ് എന്റെ മെറ്റീരിയൽ അല്ലെ. അതിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. നമ്മൾ ഏത് മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിലും അങ്ങനെയാണ്. ഒരു ചെയർ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മൾ ആ ഒരു ചെയറിന് നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ, ഒരു വുഡൻ ചെയർ ആണെങ്കിൽ അതിന് ഉപയോഗിച്ചിട്ടുള്ള വുഡ് അല്ലെ, അതിന്റെ മരം, അതാണ് അവിടുത്തെ മെറ്റീരിയൽ. അതാണ് അവിടുത്തെ ഏറ്റവും ചെലവുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. ശരിയല്ലേ? എന്നതുപോലെ നമ്മൾ ഏതൊരു സംരംഭം എടുക്കുകയാണെങ്കിലും മെറ്റീരിയൽസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിന്റെ ഒരു 40% അവര് മാറ്റിവെച്ചിരിക്കുന്നത് ഇത്തരം മെറ്റീരിയൽസിന്റെ സംഭരണത്തിനും അതുപോലെ തന്നെ മാനേജ്മെന്റിനും വേണ്ടിയിട്ടാണ്. ഇത്രയും കോസ്റ്റ് ഫാക്ടർ ആണ്, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഫാക്ടർ ആണ് എന്ത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന മെറ്റീരിയൽസ് മാനേജ്മെന്റിനും അതിന്റെ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭരണമാണ് കേട്ടോ. അതിന്റെ സംഭരണത്തിനുമായിട്ട് ബഡ്ജറ്റിന്റെ ഒരു 40% തന്നെ അതിനു വേണ്ടി തന്നെ പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിവെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. As far as any enterprise is concerned, materials are a major cost factor. About 40% of the budgetary allocation is on the procurement and management of stores in healthcare institutions. ഇനി എന്താണ് മെറ്റീരിയൽസ്? മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ് ആസ് എക്യുപ്മെന്റ്,
apparatus and supplies acquired, stocked and utilized by an organization. Underline ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ, നമ്മുടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ഇത്തരത്തിലുള്ളൊരു ഓർഗനൈസേഷൻ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അവര് എന്താണ് അവർക്ക് ലഭ്യമായിട്ടുള്ളതും അവർ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതുമായ എക്യുപ്മെന്റുകള് അല്ലെ, ഉപകരണങ്ങള്, യന്ത്രങ്ങള്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുപയോഗിക്കുകയും അവർക്ക് ലഭ്യമായിട്ടുള്ളതും അവര് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതുമായ ഉപകരണങ്ങളെയും യന്ത്രങ്ങളെയുമാണ് നമ്മൾ അവിടുത്തെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മെറ്റീരിയൽ മാനേജ്മെന്റ് may also be interchangeably defined as a stores management. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ മെറ്റീരിയൽ മാനേജ്മെന്റിന് പറയുന്ന മറ്റൊരു പേരെന്താണ്, സ്റ്റോഴ്സ് മാനേജ്മെന്റ് എന്നും പറയാം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മെറ്റീരിയൽ മാനേജ്മെന്റിന് നമുക്ക് എന്തും പറയാം, സ്റ്റോഴ്സ് മാനേജ്മെന്റ് എന്നും പറയാം. ഓക്കെ, ഇനി അടുത്തത് ഒരു ഡെഫിനേഷൻ ആണ് കേട്ടോ. ആ ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഹൗസ്ലി ആണ് അങ്ങനെ ഒരു ഡെഫിനേഷൻ മുന്നോട്ട് വെച്ചത്, ഒരാളുടെ പേരാണ് കേട്ടോ. ഹൗസ്ലി ഹാസ് ഡിഫൈൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആസ്, എങ്ങനെയാണ് അദ്ദേഹം അതിനെ ഡിഫൈൻ ചെയ്തത്, ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പൊസിഷൻ. എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്, ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാല് ഗുഡ്സ് അല്ലെ, ചരക്കുകള് അല്ലെങ്കിൽ സർവീസസ് ആവാം, സേവനങ്ങളായിരിക്കാം, അതുപോലെ എക്യുപ്മെന്റ്സുകളാവാം അല്ലെ, ഉപകരണങ്ങളായിരിക്കാം. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസുകളുടെ അക്വസിഷൻ, ഇത്തരം മെറ്റീരിയലുകൾസ് ഏറ്റെടുക്കുന്നത് മുതൽ ഡിസ്പോസ് ചെയ്യുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം, മാനേജ്മെന്റ്, അതിന്റെ മേൽനോട്ടം, സൂപ്പർവിഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ്? ഹൗസ്ലി ഇങ്ങനെ ഡിഫൈൻ ചെയ്തത്, ഗുഡ്സ് അതുപോലെ തന്നെ സർവീസസ് മറ്റുള്ള എക്യുപ്മെന്റ്സുകള് ഏറ്റെടുക്കുന്നത് മുതൽ, അക്വയർ ചെയ്യാൻ നമ്മളത് പർച്ചേസ് ചെയ്യുന്നു, നമ്മളത് കൈവശപ്പെടുത്തുന്നത് മുതൽ അത് ഡിസ്പോസ് ചെയ്യുന്നത് വരെ, എന്ന് വെച്ചാൽ നമ്മളൊരു മെറ്റീരിയൽ വാങ്ങുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു അല്ലെ, അതിന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിന്റെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, അവസാനം എന്താണ്, അത് ഉപയോഗശൂന്യമായ ഒരവസ്ഥയിലോട്ട് എത്തും അല്ലെ. അതിന് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. അങ്ങനെ മെറ്റീരിയൽസ് എന്താണ് അക്വയർ ചെയ്യുന്നത് മുതൽ, അതായത് ഏറ്റെടുക്കുന്നത് മുതൽ അതിന്റെ ഡിസ്പോസ് ചെയ്യുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും അതുപോലെ മേൽനോട്ടം, അതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് എന്ത് മുന്നോട്ട് വെച്ചത് ഈ ഡെഫിനിഷൻ? ഹൗസ്ലി ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, വേറൊരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്. Managing of materials to give the right quality of material at the right time, at the right place, at a low cost is called material management. നമ്മൾ പറയുന്നുണ്ട് അല്ലെ, മെറ്റീരിയൽസിനെ മാനേജ് ചെയ്യാം. എന്താണ് മെറ്റീരിയൽസിനെ മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ടു ഗീവ് ദ റൈറ്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ അല്ലെ, ശരിയായ ഗുണനിലവാരമുള്ള മെറ്റീരിയലുകൾ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത്, അതും അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്, കഴിയാവുന്ന കുറഞ്ഞ വിലയിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്ത്, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പറയാം, ശരിയായ ഗുണനിലവാരമുള്ള മെറ്റീരിയലുകൾ അല്ലെ, അതിന് നമ്മൾ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത്, അതും പരമാവധി ചെലവ് കുറച്ചുകൊണ്ട്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട്, മിനിമം കോസ്റ്റിന് ആളുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതാണ് എന്ത്, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം, മെറ്റീരിയൽസ് ആർ എ വൈറ്റൽ റിസോഴ്സ് ഇൻ എ ഹോസ്പിറ്റൽ. That means of value and utility. It is a supporting department in the function of the hospital. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം, ഹോസ്പിറ്റൽ മാത്രമല്ല കേട്ടോ, ഏതൊരു സംരംഭത്തിനും മെറ്റീരിയൽസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സുകളാണ് അല്ലെ. ഇപ്പൊ അതിന്റെ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിലും, അല്ല അതിന്റെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിലും, അതിന്റെ യൂട്ടിലിറ്റി, അതിന്റെ ഫംഗ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിലും
ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. ഓക്കെ, ഇത്രയാണ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതായത് ഒരു മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെലവുള്ള ഒരു ഫാക്ടറാണ്, ഒരു കോസ്റ്റ് ഫാക്ടറാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഇത്തരം മെറ്റീരിയലുകള് മാനേജ്മെന്റിനും അതുപോലെ തന്നെ അതിനെ എന്താ പറയുക പ്രൊക്യൂർ ചെയ്യാൻ സ്റ്റോറേജ് ചെയ്യുന്നതിനായിട്ട് ഈ പറയുന്ന ബഡ്ജറ്റിന്റെ 40% അതിനായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ ഉപയോഗിക്കുകയും അവർക്ക് ലഭ്യമായിട്ടുള്ളതായ അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉപകരണങ്ങള്, യന്ത്രങ്ങള് അല്ലെ, അതിനെയൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു പേരാണിത് സ്റ്റോഴ്സ് മാനേജ്മെന്റ് എന്നും പറയാം. പിന്നെ നമ്മൾ 2 ഡെഫിനേഷൻസ് കണ്ടു. ഹൗസിൽ എങ്ങനെയാണ് പറഞ്ഞത്? ഹൗസിൽ പറഞ്ഞത് ഈ പറയുന്ന ഗുഡ്സ്, സർവീസസ്, എക്യുപ്മെന്റ്സുകളൊക്കെ ഏറ്റെടുക്കുന്നത് തൊട്ട് ഡിസ്പോസ് ചെയ്യുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളുടെ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ, അതിനെയാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതായത് ശരിയായ ഗുണനിലവാരമുള്ള മെറ്റീരിയലുകളെ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് അത് വളരെ കുറഞ്ഞ ചെലവിൽ എത്തിക്കുക, അതിനെയാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കും കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയല്ലോ, മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എയിംസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് കേട്ടോ. എയിമല്ല, എയിംസ് എന്നാണ് കേട്ടോ, ലക്ഷ്യങ്ങളാണ്. എയിംസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഓക്കെ, ഇത്തരം മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. The objective of material management in a hospital is to make sure that there is ample stock of required items for continuous supply. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ, അതൊക്കെ ഓരോ പോയിന്റുകളാണ് പറയുന്നത്. എന്തൊക്കെയാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങള്, എന്തൊക്കെയാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ എന്താണ്? To make sure that there is an ample stock of required items for the continuous supply. അല്ലെ, അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് പറയാം, ഒരു ഹോസ്പിറ്റലില് ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകളുടെ കണ്ടിന്യൂസ് സപ്ലൈ ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് മതിയായ സ്റ്റോക്കുകൾ നിലനിർത്തണം. ഇതാണ് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ നമ്മൾ എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യണം അല്ലെ. അതിലൊരു ബ്രേക്കേജോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ വരാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ ആ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മതിയായ മെറ്റീരിയലുകളുടെ സ്റ്റോക്ക് നിലനിർത്തുക. ഇത് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യമാണ്. ഓക്കെ, പിന്നെന്താണ്? To keep away from surplus. സർപ്ലസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് എന്താ? മിച്ചം എന്നാണ് അർത്ഥം. To keep away from surplus എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവോയ്ഡ് സർപ്ലസ് അഥവാ അവോയ്ഡ് വേസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പരമാവധി നമ്മള് മിച്ചം വരാതെ നോക്കുക. മിച്ചം വരാതെ നോക്കുക എന്ന് വെച്ചാൽ പരമാവധി വേസ്റ്റ് ഉണ്ടാവാതെ നോക്കുക.
എന്നുവെച്ചാൽ നമ്മള് ഓവർ മെറ്റീരിയലുകൾ നമ്മൾ ഒരുപാട് വാങ്ങിക്കുകയാണെങ്കിൽ ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്യാൻ വിചാരിക്കാം. അങ്ങനെ ഓവർ സ്റ്റോക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പൈസയും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയലുകൾ വേസ്റ്റ് വരും അല്ലെ. അങ്ങനെ വേസ്റ്റ് വരാതെ മാക്സിമം മെറ്റീരിയലുകളെ നമ്മൾ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടു കീപ് അവേ ഫ്രം സർപ്ലസ് എന്ന് പറയുമ്പോൾ അവോയ്ഡ് വേസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് പ്രിവെന്റ് ഓവർ സ്റ്റോക്ക്. ഓവർ സ്റ്റോക്ക് പ്രിവെന്റ് ചെയ്യുക, മിനിമൈസ് വേസ്റ്റിനെ പരമാവധി കുറയ്ക്കുക. നമ്മൾ ഓവറായിട്ട് കുറെ മെറ്റീരിയലുകൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല, നമുക്ക് പൈസയും നഷ്ടമാണ്, പിന്നെ മാത്രമല്ല ഒരുപാട് മെറ്റീരിയൽ നമുക്ക് വേസ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ വരാനായിട്ട് പാടില്ല. അതാണ് ടു കീപ് അവേ ഫ്രം സർപ്ലസ്, ദാറ്റ് മീൻസ് അവോയ്ഡ് വേസ്റ്റ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ എന്താണ്? ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്, ദാറ്റ് മീൻസ് പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ്. ഇനി മെറ്റീരിയലുകൾ നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രം മതിയോ? പോരാ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യണം അല്ലെ. എന്ന് വെച്ചാൽ അധികം നമുക്ക് ഒരു ഡാമേജ് വരാതെ, മെറ്റീരിയൽസുകളുടെ ഡാമേജ് വരാതെ, അല്ലെങ്കിൽ ലോസ് സംഭവിക്കാതെ അതിന് എന്ത് ചെയ്യണം? വളരെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യണം. അതും അവരുടെ ഒരു ലക്ഷ്യമാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഈസി റിട്രീവബിലിറ്റി എന്നല്ല കേട്ടോ, ഈസി റിട്രീവബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, ദ പോയിന്റ് ഓഫ് യൂസേജ് വെനെവർ നീഡഡ്. അതുപോലെ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസിനെ ഇറ്റ് ക്യാൻ ബി ഈസിലി ലൊക്കേറ്റഡ്. നമുക്ക് ഈ മെറ്റീരിയൽസിനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? റിട്രീവ് ചെയ്യാനായിട്ട് പറ്റണം. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പാകത്തില്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താണ് ലൊക്കേറ്റ് ചെയ്യാൻ പാകത്തില് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മെറ്റീരിയൽസുകളെ നമ്മൾ സജ്ജീകരിച്ചിരിക്കണം. വെറുതെ കുറെ മെറ്റീരിയലുകൾ വാങ്ങിക്കൊണ്ട് അങ്ങനെ കൂട്ടായിട്ട് ഇട്ടാൽ മാത്രം പോരാ, അതിന് നമുക്ക് ഈസിലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഈസിലി റിട്രീവ് ചെയ്യാൻ, വീണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ മെറ്റീരിയൽസിനെ എന്ത് ചെയ്തിരിക്കണം? സജ്ജമാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ, ദ പോയിന്റ് ഓഫ് യൂസേജ് വെനെവർ നീഡഡ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വിതരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മെറ്റീരിയലുകളെ നമ്മൾ ഈസി ആയിട്ട് റിട്രീവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ, ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അതിനെ സജ്ജമാക്കിയിരിക്കണം. ഇതൊക്കെ ആരുടെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്? മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവൈലബിൾ. അതായത് അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ വരാതെ, ലോസ് സംഭവിക്കാതെ, ഡാമേജ് സംഭവിക്കാതെ ലഭ്യമായിട്ടുള്ള മെറ്റീരിയലുകളെ വളരെ ഏറ്റവും നല്ല രീതിയിൽ, അതായത് ഇഫക്റ്റീവ് ആയിട്ട്, എഫിഷ്യന്റ് ആയിട്ട് പ്രയോജനപ്പെടുത്താം. ഇത്രയുമാണ് ഒരു മെറ്റീരിയൽ മാനേജിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് എന്താണ്? ടു പ്രൊവൈഡ് കണ്ടിന്യൂസ് സപ്ലൈ അല്ലെ, കണ്ടിന്യൂസ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്താണ്? എന്ത് ചെയ്യണം? മതിയായ സ്റ്റോക്ക് നിലനിർത്തണം അല്ലെ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? അവോയ്ഡ് വേസ്റ്റ് അല്ലെ, അല്ലെങ്കിൽ അവോയ്ഡ് സർപ്ലസ്, മിച്ചം വരാതെ നോക്കാം എന്ന് പറഞ്ഞ പരമാവധി ഓവർ സ്റ്റോക്കിനെ പ്രിവെന്റ് ചെയ്ത് വേസ്റ്റ് കുറയ്ക്കാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ് അഥവാ പ്രോപ്പർ സ്റ്റോറേജ് അല്ലെ, മെറ്റീരിയലുകളെ ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. നാലാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഈസി റിട്രീവബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ദ പോയിന്റ് ഓഫ് യൂസേജ് വെനെവർ നീഡഡ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ പറയുന്ന മെറ്റീരിയലുകളുടെ വിതരണം ഉറപ്പാക്കുന്നതിനായിട്ട് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ, ഈസി ആയിട്ട് നമുക്ക് വീണ്ടെടുക്കാൻ, റിട്രീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മെറ്റീരിയലുകളെ നമ്മൾ സജ്ജമാക്കുക. പിന്നെന്താണ്? ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവൈലബിൾ. ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസ്, ദാറ്റ് മീൻസ് മെറ്റീരിയൽ എന്ന് പറയുന്ന നമ്മുടെ റിസോഴ്സുകളെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? വളരെ എഫക്റ്റീവ് ആയിട്ട്, എഫിഷ്യന്റ് ആയിട്ട് പ്രയോജനപ്പെടുത്താം. ഇത്രയാണ് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? റിട്രീവബിലിറ്റി എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിൽ കേട്ടോ, വീണ്ടെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇറിട്രീവബിലിറ്റി എന്നല്ല, റിട്രീവബിലിറ്റി എന്നാണ് കേട്ടോ. അതായത് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ സാധനങ്ങള് പർച്ചേസ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മളെ മെറ്റീരിയലുകളെ കൊണ്ട് അലക്ഷ്യമായിട്ട് ഇടാതെ, നമുക്കിപ്പോ ഒരു പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ചില പെർട്ടിക്കുലർ മെറ്റീരിയലുകൾ നമുക്ക് വേണ്ടി വരും. അപ്പൊ നമ്മൾ അത് അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥ വരുന്നത്, നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റണം. റിട്രീവ് ചെയ്യാൻ പാകത്തിൽ വേണം നമ്മുടെ മെറ്റീരിയലുകളെ സജ്ജമാക്കി വെക്കാൻ വേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നത്
മേജർ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ, പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ. ഈ ഇതിൽ എന്ന് പറയുമ്പോൾ ഒരേ കാര്യം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മേജർ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കേട്ടോ, അത് 3 പോയിന്റ് ഉണ്ട്, അത് 3 നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങളോട് മേജർ ഒബ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. ഈ പറഞ്ഞതും ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്, പക്ഷെ കുറെ കൂടെ മേജർ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അതാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, പരമാവധി ലാഭം ഉണ്ടാക്കുക അല്ലെ. അതായത് ലാഭം പരമാവധി ആക്കുക, പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, ചെലവ് കുറയ്ക്കുക. ചെലവ് കുറച്ചുകൊണ്ട് പരമാവധി ലാഭം ഉണ്ടാക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്? അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്, അതോടൊപ്പം ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക അല്ലെ. അതെങ്ങനെ ചെയ്യണം? മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് പരമാവധി ചെലവ് കുറച്ചുകൊണ്ട് മാക്സിമം ലാഭം ഉണ്ടാക്കുക, മാക്സിമം ലാഭം ഉണ്ടാക്കുന്നതോടൊപ്പം ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക. ഇത് 3 ചേർത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 3 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായി, അതിന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി അറിയേണ്ടത് എന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ, ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ? ഒന്നാമത്തത് മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകൾ ഏതൊക്കെയാണെന്ന് അത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് അതിന് വേണ്ട ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക അല്ലെ. ഒരു ഹോസ്പിറ്റലില് ഒരു 10-24 ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ 24 ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ വേണം അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിന് ഓവറോൾ എന്തൊക്കെ മെറ്റീരിയൽസുകൾ ആവശ്യമുണ്ട് എന്നത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് അതിന് വേണ്ട ബഡ്ജറ്റും മറ്റും തയ്യാറാക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? പർച്ചേസിങ്. അതായത് മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമല്ലോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്. അപ്പൊ അവരെന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും അല്ലെ, സാധനങ്ങൾ, മെറ്റീരിയൽസ് അവര് വാങ്ങണം അല്ലെ. വാങ്ങുക എന്നുള്ളതും അവരുടെ ഫംഗ്ഷൻ ആണ്. പിന്നെ എന്താണ്? റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ്? റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, ഈ സാധനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു, അത് പരിശോധിക്കുന്നു അല്ലെ, ഇൻസ്പെക്ഷൻ നടത്തുന്നു, പരിശോധിക്കുന്നു. അതുപോലെ സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, ആവശ്യത്തിന് വേണ്ട മെറ്റീരിയലുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു, അത് ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യുന്നു? വിതരണം ചെയ്യുന്നു. ഇതൊക്കെ ആര് ചെയ്യുന്നതാണ്? മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളാണ് അല്ലെ. സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അത് റിസീവ് ചെയ്യുന്നു, അത് പരിശോധിക്കുന്നു, അത് സ്റ്റോക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്ക് കൺട്രോൾ ആണ് കേട്ടോ. ഇൻവെന്ററി എന്ന വാക്കിന്റെ ശരിക്കും ഇൻവെന്ററി എന്ന് പറഞ്ഞ സ്റ്റോക്ക് എന്നാണ് അർത്ഥം കേട്ടോ. സ്റ്റോക്ക് കൺട്രോൾ ആണ്. ഇൻവെന്ററി കൺട്രോൾ മീൻസ് സ്റ്റോക്ക് കൺട്രോൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അധികം വേസ്റ്റ് വരാത്ത രീതിയിൽ അല്ലെ, ഓവർ സ്റ്റോക്ക് പ്രിവെന്റ് ചെയ്യണം അല്ലെ. ഓവർ സ്റ്റോക്ക് പ്രിവെന്റ് ചെയ്യണം. ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല അല്ലെ, സ്റ്റോക്ക് ഔട്ട് ആയി പോവാനും പാടില്ല. അപ്പൊ അതിന് രണ്ടിനും ഇടയിൽ ബാലൻസ് ചെയ്ത് വേണം നമ്മള് മെറ്റീരിയലുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട്. അതാണ് അവിടെ സ്റ്റോക്ക് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ. ഇൻവെന്ററി എന്ന് പറഞ്ഞ സ്റ്റോക്ക് ആണെന്ന് നിങ്ങൾ ഓർത്തു വെക്കാം. ഇൻവെന്ററി കൺട്രോൾ മീൻസ് എന്താണ്? സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനായിട്ടും പാടില്ല. ഓവർ സ്റ്റോക്ക് വന്നാൽ എന്താവും? വേസ്റ്റ് വരും. അണ്ടർ സ്റ്റോക്ക് ആയി കഴിഞ്ഞാലോ സാധനങ്ങൾ വേണ്ടത്ര കിട്ടാത്തൊരവസ്ഥ വരും. അങ്ങനെ ആവാനും പാടില്ല. ആ രീതിയിൽ നമ്മൾ ആ സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതാണ് അടുത്തൊരു ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞത്, ഇൻവെന്ററി കൺട്രോൾ. ഓക്കെ, ദാറ്റ് മീൻസ് സ്റ്റോക്ക് കൺട്രോൾ കേട്ടോ. അടുത്തത് എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ അറിയാലോ, പരമാവധി ചെലവ് കുറയ്ക്കുക, പരമാവധി ചെലവ് കുറയ്ക്കുക. എന്നാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടുമോ? ഇല്ല, ക്വാളിറ്റിയിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. പക്ഷെ പരമാവധി കോസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? വാല്യൂ അനാലിസിസ് ആണ് കേട്ടോ. വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാല് മൂല്യ വിശകലനം എന്ന് പറയും. എന്താ ഈ സംഭവം? മൂല്യ വിശകലനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വാല്യൂ അനാലിസിസ്, അതായത് നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം
അല്ലെങ്കിൽ പോട്ടെ ഒരു സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോസസ് ഓർ സിസ്റ്റം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇതൊക്കെ മെറ്റീരിയൽസിന്റെ ഗണത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ഒരു പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോണന്റ് ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം. നമ്മൾ അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യം നമ്മൾ അനലൈസ് ചെയ്യാണ്. എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? അതിന്റെ ഫംഗ്ഷൻ നോക്കിയിട്ട്, അതിന്റെ ഫംഗ്ഷൻ, മറ്റൊന്ന് അതിന്റെ കോസ്റ്റ്, പിന്നെ അതിന്റെ പെർഫോമൻസ്. ഈ പറയുന്ന 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു സർവീസിന്റെ വാല്യൂ, അതിന്റെ മൂല്യം നമ്മൾ എന്ത് ചെയ്യാണ്? വിലയിരുത്താണ്. ഓക്കെ, ഈ ഒരു വാല്യൂ അനാലിസിസ് നടത്തേണ്ടതും ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്? മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ പറ്റി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ മൂല്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒന്ന് അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തനം, അതിന്റെ യൂട്ടിലിറ്റി എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് എത്രത്തോളം ഉപയോഗപ്രദമാണ്, അതിന് നോക്കും. പിന്നെ അതിന്റെ കോസ്റ്റ്, അതിന്റെ വില, പിന്നെ അതിന്റെ പെർഫോമൻസ്, അത് എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, എത്രത്തോളം അത് പെർഫോമൻസ് ഉണ്ട് അതിന്. ഈ പറയുന്ന 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മൂല്യത്തിന് നമ്മൾ വാല്യൂവിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് അതിന്റെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന വിലയല്ല ആ വാല്യൂ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന്റെ മൂല്യമാണ്. മൂല്യം എന്ന് പറഞ്ഞാൽ അതിന്റെ യൂട്ടിലിറ്റി, അതിന്റെ ഫംഗ്ഷൻ, അതിന്റെ കോസ്റ്റ്, പിന്നെ അതിന്റെ പെർഫോമൻസ്. ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ വാല്യൂവിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. ഓക്കെ, അതും ആരാണ്? അതൊക്കെ എഴുതി വരുന്നതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന കാര്യമാണ് കേട്ടോ. പിന്നെന്താണ്? ഡിസ്പോസൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അക്വസിഷൻ ടു ഡിസ്പോസിഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഡിസ്പോസൽ, നമ്മൾ മാക്സിമം മെറ്റീരിയലുകളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവസാനം അത് ഉപയോഗശൂന്യമാകുന്ന ഒരവസ്ഥയിലോട്ട് എത്തും അല്ലെ. അങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന മെറ്റീരിയലുകൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടതും ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്? മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എന്തൊക്കെയാണ്? മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുക, അതിന് വേണ്ട ബഡ്ജറ്റ് തയ്യാറാക്കുക, ദെൻ പർച്ചേസിങ്, മെറ്റീരിയലുകൾ നമ്മൾ വാങ്ങുക. ഇനി അതിനുശേഷം റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ അല്ലെ. ഈ പർച്ചേസ് ചെയ്ത മെറ്റീരിയലുകൾ നമ്മൾ സ്വീകരിക്കാം, അത് പരിശോധിക്കാം, അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാം, ആവശ്യാനുസരണം അത് ഡിസ്ട്രിബ്യൂഷൻ നടത്താം. പിന്നെ ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാം. ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല. അതേ രീതിയിൽ നമ്മൾ ആ സ്റ്റോക്ക്, മെറ്റീരിയലുകളുടെ സ്റ്റോക്കിനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. പിന്നെ കോസ്റ്റ് റിഡക്ഷൻ, ചെലവ് പരമാവധി കുറയ്ക്കാം. പിന്നെ വാല്യൂ അനാലിസിസ് അഥവാ മൂല്യ വിശകലനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡിസ്പോസൽ എന്താണ്? ഉപയോഗശൂന്യമായിട്ടുള്ള മെറ്റീരിയലുകളെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാം? നിർമ്മാർജ്ജനം ചെയ്യാം. ഇതൊക്കെ ആദ്യം വരുന്നതാണ് ഈ പറയുന്ന മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ എന്തൊക്കെയാണ്? അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ഒരു ഹോസ്പിറ്റൽ എന്തൊക്കെ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നുണ്ട് നോക്കിക്കേ. എക്യുപ്മെന്റ്സ് വിച്ച് ഇൻക്ലൂഡ്സ് സർജിക്കൽ അല്ലെ. സർജിക്കൽ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്, ധാരാളം മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെഷീനുകൾ അല്ലെ, വലിയ വലിയ മെഷീൻസുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. വിച്ച് ഇൻക്ലൂഡ്സ് സർജിക്കൽ, ഇപ്പൊ ലബോറട്ടറിയിൽ പോയാലും റേഡിയോളജിയിലൊക്കെ പോയി കഴിഞ്ഞാലും മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിലും വളരെ വലിയ വലിയ മെഷീനുകളും മറ്റുമൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. അതൊക്കെ എന്താണ്? അവിടുത്തെ മെറ്റീരിയൽസിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അല്ലെ. ഇപ്പൊ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ജോബുകൾ, പ്രത്യേകിച്ച് ക്ലറിക്കൽ വിഭാഗക്കാർക്കൊക്കെ ആണെങ്കിൽ പ്രിന്റിംഗ് സ്റ്റേഷനറി ഐറ്റംസ്, പേന, പെൻസിൽ, ബുക്ക്, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ ഹൗസ് കീപ്പിംഗ്, ദാറ്റ് മീൻസ് ലിനൻ ആൻഡ് കെമിക്കൽസ് അല്ലെ. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള്, മറ്റുള്ള കെമിക്കൽസുകള്. പിന്നെ ഡയറ്ററി, ഭക്ഷണ സേവനങ്ങള്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് ഡയറ്ററി സംബന്ധമായിട്ടുള്ള സപ്ലൈസ് ആവശ്യമായിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഡയറ്ററി സപ്ലൈസ്. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, അറിയാലോ ഒരു ഹോസ്പിറ്റലിൽ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ് വേണ്ടി വരും. അതുപോലെ ലാബോറട്ടറി ആണെങ്കിൽ കെമിക്കൽസ് അല്ലെ, ലാബിലാണെങ്കിൽ കെമിക്കൽസ്. പിന്നെ ഫാർമസി അല്ലെ, ഫാർമസി സപ്ലൈസ്, ഡ്രഗ്സ് ഒക്കെ എന്താണ്? അവിടെ വരുന്ന മെറ്റീരിയൽസുകളാണ് അല്ലെ, ഫാർമസി. പിന്നെ കെമിക്കൽസ് ബ്രാക്കറ്റില് ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി, അതായത് നമ്മുടെ റേഡിയോളജി വിഭാഗത്തിന്, നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ഈ എക്സ്റേ ഫിലിമും മറ്റൊക്കെ പ്രോസസ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചില കെമിക്കൽ സൊല്യൂഷൻസ് ഉണ്ട്.
അതിനെയാണ് ഈ ഡെവലപ്പർ ആൻഡ് ഫിക്സർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ആ ഇമേജ് അല്ലെങ്കിൽ എക്സ്റേ ഫിലിമുകളൊക്കെ പ്രോസസ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില കെമിക്കൽ സൊല്യൂഷൻസുകളൊക്കെ ഉണ്ട്. അതിനെയാണ് ഡെവലപ്പർ ആൻഡ് ഫിക്സർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, ദാറ്റ് മീൻസ് പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്. പിന്നെ കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ, സ്റ്റാർട്ട് ബോയിലർ ഓർ ഓട്ടോക്ലേവ്. അതായത് നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ധാരാളം പവറിംഗ് ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോക്ലേവ്സ് പോലെ, ബോയിലേഴ്സ് മെഷീൻ പോലെയൊക്കെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം എക്യുപ്മെന്റ്സുകൾ പവർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്ധനം, പെട്രോൾ, ഡീസൽ, അതൊക്കെ എന്താണ്? മെറ്റീരിയൽസ് ആണ് അല്ലെ. ഈ പറയുന്നതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്ന പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസുകളാണ് കേട്ടോ. ജസ്റ്റ് അത് അറിഞ്ഞിരുന്നാൽ മതി. എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഓക്കെ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇതും കൂടെ ജസ്റ്റ് IMM എന്താന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. അഡ്വാൻറ്റേജസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നോക്കാം, എന്താണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് കേട്ടോ. IMM എന്നാണ് പറയുക. എന്താണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്? ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ ഫുൾ ഫോം ആണ്. IMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫുൾ ഫോം? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നാണ് കേട്ടോ. ആ പേരിൽ തന്നെ നമുക്ക് കുറച്ച് മനസ്സിലാവും. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സമന്വയിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള അർത്ഥം. അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് is a close coordination of all departments which are related with the utilization of materials. Underline ചെയ്തിരിക്കുക. Everything nurtured under one head. Example, purchasing, storing, etc. under materials manager. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, അതിന്റെ വേറൊരു പേരും കൂടെ പറയൂ കേട്ടോ. സെൻട്രലൈസ്ഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് കൂടെ പറയും. എന്താണ് പറയാ? സെൻട്രലൈസ്ഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് കൂടെ തന്നെ പറയാറുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നമ്മൾ ഒരു സിംഗിൾ ഹെഡിന്റെ കീഴിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഒരു മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നമ്മൾ എന്താണ് ഒരു സിംഗിൾ ഹെഡിന്റെ കീഴിൽ, സിംഗിൾ ഹെഡ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ മാനേജർ അല്ലെങ്കിൽ ഒരു പർച്ചേസിംഗ് മാനേജർ എന്നുള്ള ഒരു സിംഗിൾ ഹെഡിന്റെ കീഴിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലില് എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാണ്. അല്ലാണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് അവർ പർച്ചേസ് ചെയ്യല്ല അവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഒരു കാർഡിയോളജി വിഭാഗം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട മെറ്റീരിയൽ അവർ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യും. പൾമണോളജി വിഭാഗമാണെങ്കിൽ അവർക്ക് വേണ്ട മെറ്റീരിയൽസ് അവർ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യും. നെഫ്രോളജി വിഭാഗം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട മെറ്റീരിയൽ സെപ്പറേറ്റ് പർച്ചേസ് അങ്ങനെ ചെയ്യുന്നില്ല. പകരം എന്താണ് ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളെ നമ്മൾ മെറ്റീരിയൽ മാനേജർ, പർച്ചേസിംഗ് മാനേജർ എന്നൊരു വ്യക്തി എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് മെറ്റീരിയലിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നമ്മൾ ഒരു സിംഗിൾ ഹെഡിന്റെ കീഴിലോട്ട് കൊണ്ടുവരികയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റഗ്രേറ്റഡ്, അതാണ് സമന്വയിപ്പിക്കുകയാണ് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നമ്മൾ സമന്വയിപ്പിക്കുകയാണ്. സോ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് അഥവാ സെൻട്രലൈസ്ഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഒരു പോയിന്റ്, ഒരു ശരിക്കും പറഞ്ഞ ഒരു സെൻട്രലൈസ്ഡ് പോയിന്റ് ഓഫ് കൺട്രോളിലോട്ട് കൊണ്ടുവരികയാണ്. മെറ്റീരിയൽ മാനേജർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് കൺട്രോളിലോട്ടാണ് നമ്മൾ ആ പർച്ചേസിംഗിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും ലാഭകരമായിട്ടുള്ളത്. എല്ലാവരും സെപ്പറേറ്റ് വാങ്ങുക എന്ന് പറയുന്നത് ചെലവ് കൂടുതലാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ. അതേസമയം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ആവശ്യമുള്ള മെറ്റീരിയൽ ഒരുമിച്ച് വാങ്ങിയാൽ ഏറ്റവും നല്ലത്. ഓക്കെ, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പഠിക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ,
ഓക്കെ, ഇനി ഡൗട്ടുകൾ ഉണ്ടോ നിങ്ങൾക്ക്? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങളൊക്കെ വായിക്കുക കേട്ടോ. ശരിയല്ല, അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.